നമ്മുടെ ക്ലാസ് 5 ലിസാനുൽ ഖുറാനിലെ ചാപ്റ്റർ 1 ആണ് അൽ മദീനത്തുൽ മുനവ്വറ. നമുക്ക് ഈ പാഠം എളുപ്പത്തിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ പാഠത്തിലേക്ക് കടക്കാം. ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ ഇലൽ ഇസ്ലാമി ഫി മക്ക. അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ജനങ്ങളെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിച്ചു. എങ്ങനെ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിരുന്ന സമയത്ത് ജനങ്ങളോട് അള്ളാഹു ഒരുവനെയുള്ളൂ, അവനെ മാത്രം ആരാധിക്കണം, വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് ഉപദേശിച്ചിരുന്നു. നല്ല ജീവിതം നയിക്കാനും സത്യം പറയാനും നല്ല പ്രവർത്തികളും ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാലോ ഫഅലിബ് അൽ മുഷ്രിഖൂന വസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബുഹു. അപ്പോൾ അവിടെയുള്ള മുഷ്രിക്കുകൾക്ക് ദേഷ്യം വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും ഉപദ്രവിച്ചു. മക്കയിലെ ആളുകൾ എന്തുകൊണ്ടാണ് അവർക്ക് ദേഷ്യം വന്നത്? അവർ വിഗ്രഹാരാധകർ ആയിരുന്നു. അവരുടെ തെറ്റുകൾ പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അതിനാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാം മതം സ്വീകരിച്ച നബിമാരെയും പല വിധത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. സുമ്മ ഹാജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബുഹു മിൻ മക്ക ഇലൽ മദീന. ഇങ്ങനെ സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും എന്ത് ചെയ്തു? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു. എന്തുകൊണ്ടാണ് ഹിജ്റ പോയത്? മക്കയിൽ ജീവിക്കാൻ വളരെ പ്രയാസമായപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും മക്ക വിട്ട് മദീനയിലേക്ക് പോയി. ഈ യാത്രയാണ് ഹിജ്റ എന്ന് വിളിക്കുന്നത്. ഫസ്തഖ്ബലഹും അഹ്ലുൽ മദീനത്തി യളിബൂന ദുഫൂഫ വയുൻഷിദൂൻ. മദീനയിലെ ജനങ്ങൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും സ്വീകരിച്ചത്? ദഫ് മുട്ടിയും പാട്ട് പാടിയും സന്തോഷത്തോടെയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത്. കാരണം എന്താണ്? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിൽ മദീനയിലെ ആളുകൾക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ബൈത്ത്, ത്വലഅൽ ബദ്റു അലൈന. എന്താണ്? പൂർണ്ണചന്ദ്രൻ ഞങ്ങളുടെ മേൽ ഉദിച്ചു വന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. പൂർണ്ണചന്ദ്രൻ ഞങ്ങളുടെ മേൽ ഉദിച്ചു വന്നു എന്ന് പറയുന്നത്. മിൻ സനിയാത്തിൽ വദായ് എന്ന സ്ഥലത്ത് നിന്ന്, മദീനയുടെ പ്രവേശന കവാടത്തിനടുത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് സനിയത്തുൽ വദാ. ആ ഭാഗത്തു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ചത്. വജബ ശുക്രു അലൈന. അള്ളാഹുവിന് നന്ദി പറയുക എന്നത് നമ്മുടെ കടമയാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലഭിച്ചതും ഇസ്ലാമിൻ്റെ അനുഗ്രഹം ലഭിച്ചതും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. മാ ദഅ ലില്ലാഹി ദാ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾ ഉള്ളിടത്തോളം, അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ വിളിക്കുന്നവർ ഉണ്ടാകുന്നിടത്തോളം കാലം നാം അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം എന്നതാണ് മാ ദഅ ലില്ലാഹി ദാ. ബനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബുഹു മസ്ജിദൻ ഫിൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബിമാരും മദീനയിലൊരു പള്ളി നിർമ്മിച്ചു. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് എന്തായിരുന്നു? ഒരു പള്ളി പണിയുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിയും ചേർന്നാണ് അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തത്. ആ പള്ളിയിൽ നമസ്കാരം നടത്തുകയും ഖുർആൻ പഠിപ്പിക്കുകയും ജനങ്ങൾക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. ഇസ്തഹറ ആസൽ മസ്ജിദു ബിസ്മിൽ മസ്ജിദി നബവി. ആസൽ മസ്ജിദു ബിൽ ഇസ്മി അൽ മസ്ജിദു നബവി. ഈ പള്ളി മസ്ജിദു നബവി എന്ന പേരിൽ പ്രസിദ്ധമായി. ഇഷ്തറ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളിയായതിനാൽ അതിനെ മസ്ജിദു നബവി എന്ന് പറഞ്ഞാൽ നബിയുടെ പള്ളി എന്ന് വിളിക്കുന്നു. ഇസ്ലാമിലെ ഏറ്റവും വിശുദ്ധമായ പള്ളികളിൽ ഒന്നാണ് ഇത്. ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശറ സനവാത്തിൻ ബഅദൽ ഹിജ്റയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം ജീവിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 10 വർഷമാണ് മദീനയിൽ താമസിച്ചത്. ഈ കാലയളവിൽ ഇസ്ലാം വളരെ വ്യാപിക്കുകയും അനേകം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഹിജ്റയ്ക്ക് ശേഷം നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷമാണ് ജീവിച്ചുള്ളൂ. സുമ്മ തുവഫി വദുഫിന ഫിൽ മദീനത്തിൽ മുനവ്വറ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുകയും മദീന മുനവ്വറയിൽ തന്നെ കബറടക്കുകയും ചെയ്തു. അവിടുത്തെ കബർ മദീനയിലെ മസ്ജിദുൻ നബവിയിലാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും ചെയ്തു. അല്ലാഹുമ്മ
വഫിക്കിന ലി സിയാറത്തി ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തിൽ മുനവ്വറ വലാ തജ്അൽനാ മിനൽ ആയിബീന ആമീൻ. ഒരു ദുആണ്. അല്ലാഹുവേ, മദീന മുനവ്വറയിൽ നബിയുടെ ഖബർ സന്ദർശിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. വലാ തജ്അൽനാ മിനൽ ആയിബീൻ, ഞങ്ങളെ ആ ഭാഗ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാക്കരുതേ. ആമീൻ. ഈ പ്രാർത്ഥനയിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശനത്തിന് മഹത്തായ അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ വഞ്ചിക്കരുതേ എന്നും ആ പുണ്യസ്ഥലം സന്ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും നൽകണേ എന്നും അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പാഠത്തിൻ്റെ അർത്ഥം. ഓക്കെ, ഇതിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും ഇവിടെ കണ്ടില്ലേ, ഇസ്മ്, ഫീല്, അർഫ്. ഇസ്മും ഫീലും അർഫുമാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിലൊക്കെ ചെറുതായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്മ, ഫീല്, അർഫൊക്കെ 4-ാം ക്ലാസ്സിൽ ഒക്കെ. എന്നാൽ ഇപ്പോൾ ഈ പാഠത്തിൽ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ ഇസ്മ കണ്ടുപിടിക്കാനും ഫീല് കണ്ടുപിടിക്കാനും അർഫ് കണ്ടുപിടിക്കാനും ഒക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇസ്മ എങ്ങനെ കണ്ടുപിടിക്കാം, ഫീൽ എങ്ങനെ കണ്ടുപിടിക്കാം, അർഫ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഞാൻ ഇതിൽ പിറകെയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ഇപ്പം കൊടുത്തിട്ടുള്ള ഇസ്മും ഫീലും അർഫും നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ പാഠത്തിലെ മുഴുവൻ വരികളിൽ നിന്നും ഇസ്മ വേർതിരിച്ച് ഫീലും വേർതിരിച്ച് അർഫും വേർതിരിച്ച് തന്നിട്ടുണ്ട്. ഇസ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേരുകളായിരിക്കും. ഫീൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അർഫ് എന്ന് പറഞ്ഞാൽ ഇല, ഫി, ഫ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് ഇതിൻ്റെ അർത്ഥങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തേത് ഇസ്മിൽ വരുന്നത് എന്താണ്? റസൂൽ. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ. അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു. നാസ് ജനങ്ങൾ, ഇസ്ലാം ഇസ്ലാം മതം. പിന്നെ മക്ക മുഷ്രിഖൂൻ മുഷ്രിഖുകൾ ബഹുദൈവ വിശ്വാസികൾ. അസ്ഹാബ് സ്വഹാബിമാർ. മദീന എന്ന് പറഞ്ഞാൽ മദീന. ഹും എന്ന് വെച്ചാൽ അവർ. അഹ്ല് ആളുകൾ. ദുഫൂഫ് ദഫ്. അന്നബി നബി. മസ്ജിദ് പള്ളി. ഹാസ ഇത്. ഇസ്മ പേര്. മസ്ജിദ് നബവി നബിയുടെ പള്ളി. അഷറ 10. സനവാത്ത് വർഷങ്ങൾ. വഴുത ശേഷം. ഹിജ്റ മദീനയിലേക്കുള്ള പാലായനം. മുനവ്വറ പ്രകാശിതമായ മുനവ്വറ. സിയാറത്ത് സന്ദർശനം. ഖബർ തന്നെ. ആഴ്ബീന് വിട്ടു നിൽക്കുന്നവൻ. ലഹു അവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്. നാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഇതൊക്കെ നിങ്ങൾ കേട്ടല്ലോ, ഓരോ ഇസ്മും. അപ്പോൾ നമ്മൾ ഇസ്മ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ടാവും. ഇപ്പോൾ ഫാത്തിമ, ആയിഷ, പിന്നെയോ അല്ലെങ്കിൽ മുഹമ്മദ്, ഖദീജ അങ്ങനെയുള്ള പേരുകൾ മാത്രമല്ല ഇസ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇസ്മിൽ എന്തൊക്കെ വരാം? ഇപ്പോൾ ഇതിൽ കണ്ടോ, മസ്ജിദ് നബവി അതൊരു ഇസ്മാണ്. മക്ക അതൊരു ഇസ്മാണ് അല്ലേ. പിന്നെ മുനവ്വറ, മദീന, ഖബർ, മസ്ജിദ്, ഇപ്പോൾ ഉസ്താദ്, റസൂൽ, ബൈത്ത് അതൊക്കെ ഒരു കാര്യത്തിന് ഇട്ടിട്ടുള്ള ഒരു പേരാണ് അല്ലേ. ഒരു സംഭവത്തിന് ഇട്ടിട്ടുള്ള നൽകിയ നാമങ്ങളാണ്. ഇപ്പോൾ ഒരു സ്കൂൾ, ഹദീക പൂന്തോട്ടം, പിന്നെ അങ്ങനെ കലം, പേന അതൊക്കെ നമ്മൾ ഒരു വസ്തുവിന് കൊടുത്ത ഒരു പേരാണ്. അപ്പോൾ നമ്മൾ പേരിട്ട് വിളിക്കുന്ന എല്ലാം എന്താണ്? ഇസ്മാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങളൊരു ഈ സെൻറ്റൻസിൽ നിന്ന് ഇസ്മ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറും പേരുകൾ ആയിഷ, ഖദീജ, മുഹമ്മദ്, ഇസ്മായിൽ അങ്ങനെയുള്ള പേരുകൾ മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ പോരാ. ഇതുപോലെ നമ്മൾ എന്തിനൊക്കെയാണോ പേരിട്ട് വിളിക്കുന്നത്, ഇപ്പോൾ പുസ്തകത്തിനെ നമ്മളിപ്പോൾ പേരിട്ട് വിളിക്കുന്നു, അപ്പോൾ അതൊരു ഇസ്മാണ്. അപ്പോൾ അത് ഇസ്മിലേക്കാണ് പോകും. ഇനി അടുത്തതായിട്ട് ഫീൽ. അപ്പോൾ ഇസ്മ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈസിയാണ്. നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസിൽ അധികവും അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ ഇസ്മാണ് കൂടുതൽ ഉണ്ടാവുക. അത് ശ്രദ്ധിച്ചാൽ മതി, ഈസി ആയിട്ട് ട്രിക്കുകൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഫീലൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ, പിന്നെ ഇസ്മുകൾ കൂടുതലായിട്ട് ഉണ്ടാവും. ഫീൽ നമുക്ക് വേഗം മനസ്സിലാവും. ഇപ്പോൾ കുടിച്ചു, വിളിച്ചു, ക്ഷണിച്ചു, പിന്നെ ജീവിച്ചു, ഉപദ്രവിച്ചു, അങ്ങനെയുണ്ടല്ലോ. അതാണ് അധികവും. എന്തെങ്കിലും ആക്കപ്പെട്ടു, ക്രിയ, നമ്മൾ ചെയ്ത ക്രിയ, എഴുതി, വായിച്ചു, കുടിച്ചു അതൊക്കെ. ഇപ്പോൾ അമാൻ ചായ കുടിച്ചു എന്നാണെങ്കിൽ അതിൽ അമാൻ ഇസ്മാണ്, ചായയും ഇസ്മാണ്. ചായക്ക് നമ്മൾ ഇട്ട പേരാണ് ചായ ഇസ്മ. കുടിച്ചു എന്നുള്ളത് പ്രവൃത്തിയാണ്. ഇനി അതിൽ അറഫ് വരണമെങ്കിൽ അമാൻ ചായയിൽ പഞ്ചസാര ഇട്ട് കുടിച്ചു, അപ്പോൾ അതിൽ അമാൻ ചായ എന്നുള്ളത് ഇസ്മാണ്. പിന്നെയോ കുടിച്ചു എന്നുള്ളത് ഫീലിലാണ് വരുന്നത്, അതൊരു പ്രവൃത്തിയാണ്. ഇട്ടതും ഫീലാണ്. ഇട്ടു എന്നുള്ളത് നമ്മളൊരു പേരല്ല, ഇട്ടു എന്നുള്ളതും ഒരു പ്രവൃത്തിയാണ്. അതിൽ അർഫ് ഏതാണ് വരുന്നത്? ചായയിൽ. ഇൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ്
ഹറഫിൽ വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പോകെ പോകെ കൂടുതൽ ഉദാഹരണങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇനി നമുക്കിവിടെ ഫീലുകൾ വായിച്ചു നോക്കാം. ദാ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു, അലബ കോപിച്ചു, അസ്വ ഉപദ്രവിച്ചു, ഹാജ്ര ഹിജ്ര ചെയ്തു, സ്തക്ബല സ്വീകരിച്ചു, എല്ലിരിബൂന ദഫ് വായിക്കുന്നു അല്ലെങ്കിൽ മുട്ടുന്നു, യുൻഷിദൂന പാട്ട് പാടുന്നു, ബന പണിതു, അസ്തഹറ പ്രസിദ്ധമായി, ആഷ ജീവിച്ചു, തുവഫയ വഫാത്തായി, ദുഫിന കബറടക്കപ്പെട്ടു, വഖഫ് ഇതിൽ കുറച്ച് ക്ലിയർ കുറവുണ്ട്, അതാണ്. വഫിക്ക് എന്താണ്? വഫിക്ക് അനുഗ്രഹിക്കുക, തജ്അൽ ആക്കുക. ഇപ്പം ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കൂ. എന്തെങ്കിലും ഒരു ക്രിയയാണ്. അതെ, വിളിച്ചു, ഉപദ്രവിച്ചു, സ്വീകരിച്ചു, പാട്ട് പാടുന്നു, പണിതു, പ്രസിദ്ധമായി, അതൊക്കെ ഒരു ക്രിയയാണ്. അതിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളൊരു പേരിട്ടിട്ട് വിളിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അറഫുകളും ഈസിയാണ്. അറഫുകൾ ഇങ്ങനെ ഇല, ഫി, ഫ, വ, സുമ്മ, മിൻ, ബി, ല, അതൊക്കെയാണ് അറഫിൽ വരുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇല എന്ന് പറഞ്ഞാൽ ഇലേക്ക്, ഫി ഇൽ, ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ, വ എന്ന് പറഞ്ഞാൽ കൂടാതെ, സുമ്മ പിന്നീട്, മിൻ നിന്ന്, ബ കൊണ്ട്, ല അല്ല, അരുത്, അതൊക്കെയാണ് ഹറഫിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഇസ്മ ഫീല് അറഫുണ്ട്. ഇത് മുഴുവൻ ഈ പാഠത്തിലെ ഇസ്മും ഫീലും അറഫാണ്. നിങ്ങൾക്ക് വേറെ പാരഗ്രാഫ് തന്നിട്ടായിരിക്കാം ചിലപ്പോൾ എക്സാമിന് ഇസ്മും ഫീലും അറഫും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് തന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഉദാഹരണം നോക്കൂ. സഹബ അഹ്മദു ഇലൽ മസ്ജിദി. സഹബ പോയി, അഹ്മദ് പോയി, ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് പോയി. അപ്പോൾ സഹബ എന്ന് പറയുന്നത് ഇവിടെ ഫീലാണ്, അഹ്മദ് ഇസ്മാണ്, ഇല അർഫാണ്, മസ്ജിദും ഇസ്മാണ്. ഇങ്ങനെ ചെറിയൊരു സെൻറ്റൻസ് നമുക്ക് വേഗം മനസ്സിലാവുന്നില്ലേ? സഹബ അഹ്മദു ഇലൽ മസ്ജിദി. സഹബ പോയി ഫീലാണെന്നറിയാം, അഹ്മദും മസ്ജിദും ഒക്കെ ഇസ്മാണെന്നും മനസ്സിലാവുന്നുണ്ട്, ഇല അർഫാണെന്നും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ട്രിക്ക് ഇതാണ്. സഹബ അതായത് ഫീല് ആദ്യമാണ് അധികം ഉണ്ടാവുക ഒരു സെൻറ്റൻസിൽ. പിന്നെ നിങ്ങൾക്ക് ഇസ്മ കണ്ടുപിടിച്ചാൽ പിന്നെ അർഫും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. ഹറജ സുലൈമാനു മിനൽ മദീന. ഇതിൽ ഹറജ ഫീലാണ്, സുലൈമാനും മദീനയും ഒക്കെ ഇസ്മായിട്ടാണ് വരുന്നത്. ഹറഫ് വരുന്നത് മിന്നാണ്. ഇതിലും നമ്മുടെ ഹറജ ഫീലാണ് ആദ്യം ഉള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലേ? ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ തന്നെ ഒരു സെൻറ്റൻസ്, ഒരു ചെറിയൊരു എടുത്തിട്ട് നോക്കാം. ബനൻ നബിയു, ആ ഒരു സെൻറ്റൻസ് എടുത്തിട്ട് നമുക്ക് നോക്കാം. പിന്നെ പ്രത്യേകം ഓർക്കേണ്ടത്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രം നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ബന അൻ നബിയു വസ്ഹാബുഹു മസ്ജിദൻ ഫിൽ മദീന. അപ്പോൾ ഇതിലേതൊക്കെയാണ് ഇസ്മുകൾ വരുന്നത്? നബിയു, നബി ഒരു ഇസ്മാണ്, നമ്മൾ ഒരു പേരിട്ട് കൊടുത്തതാണ് അല്ലേ. അസ്ഹാബുഹു, അസ്ഹാബും സഹാബിമാരും ഒരു ഇസ്മാണ്. മസ്ജിദ്, പള്ളിക്കൊരു പേര് നമ്മൾ ഇട്ട് കൊടുത്തതല്ലേ, മസ്ജിദ്. മദീന, ഇതൊക്കെ എന്താണ്? ഇസ്മിലാണ് വരുന്നത്. അസ്ഹാബ്, മദീന, മസ്ജിദ്. ഓക്കെ, ഇനിയോ ഹാസൽ മസ്ജിദ്. ഹാസ നമ്മൾ പറഞ്ഞു അത് ഇസ്മിലാണ് വരിക. മസ്ജിദ് വീണ്ടും വരണ്ടയില്ല, ബിസ്മി അല്ലെങ്കിൽ ബി ഇസ്മി. പിന്നെ മസ്ജിദ് നബവി എന്നുള്ളത് പള്ളിക്കിട്ടൊരു പേരാണ്. അപ്പോൾ അതെന്താണ്? അത് ഇസ്മാണ്. മനസ്സിലായല്ലോ? ഇനി അതിൽ നിന്ന് നമുക്ക് ഫീൽ കണ്ടുപിടിക്കണം. ഒരു സെൻറ്റൻസിൽ നമുക്ക് കുറച്ചേ എന്തുണ്ടാവുള്ളൂ, ഫീലും അർഫ് ഉണ്ടാവും, ഫീൽ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഫീൽ ഏതാണ് വരിക? ബനൻ നബിയു. ബന എന്നുള്ളത് എന്താണ്? ഫീലാണ്. പിന്നെയോ വേറെ ഒരു ഫീൽ ഇവിടെ ഏതാണുള്ളത്? ഇസ്തഹറയും ഇവിടെ എന്താണ്? ഫീലാണ്. ഇനി അറഫ് ഇവിടെ കുറച്ച് 2-3 എണ്ണേ ഉള്ളൂ. ഏതൊക്കെയാണ്? വ, ഇതിനെ കൂടെ വന്നതാണ്. വ അസ്ഹാബുഹു, അൽ മസ്ജിദു. പിന്നെയോ ഫി, അതുമാത്രമാണ്. പിന്നെ അൽ വരുമോ? അല്ലില്ല. വായും ഫിയും ആണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വ ഫി ഹർഫായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈസി ആയിട്ട് മനസ്സിലാക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ അറഫ് നിങ്ങൾക്ക് ഏകദേശം കുറച്ച് പിടികിട്ടുമല്ലോ. ചെറിയ 2 വാക്കുകളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെയോ നമ്മുടെ എല്ലാ
പിന്നെ സെൻറ്റൻസിൽ അങ്ങനെ ആവില്ല. എന്നാലും ഭൂരിഭാഗം സെൻറ്റൻസുകളിൽ ഫീൽ ഒരു വാക്കിൻ്റെ ആദ്യത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, ഫീൽ ഒരു വാക്കിൻ്റെ ആദ്യത്തിലാണ് ഉണ്ടാവുക. ഒരു വാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ ഫീൽ ഉണ്ടാവും. പിന്നെ നടുഭാഗത്തൊക്കെ ഉണ്ടാവും, പക്ഷെ ആദ്യ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഫീൽ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇസ്മുകൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നിനും നമ്മൾ ഇട്ട് കൊടുക്കുന്ന പേര് അതുപോലെ ഇരിക്കും. അധികവും നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റുക, ഫീലിനെ കാണാൻ വേണ്ടി പറ്റുക സെൻറ്റൻസിൻ്റെ ആദ്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നോക്കൂ, മുകളിൽ നോക്കൂ, ബന ഫസ്റ്റാണുള്ളത്, ഇസ്തഹറ, ആഷ, അതൊക്കെ എന്താണ്, പിന്നെ ഫസ്റ്റ് അല്ലേ ഉള്ളത് ആഷ. പിന്നെ ആഷ കഴിഞ്ഞിട്ട് തുവഫി, ദുഫിന, വഫിക്ക്, പിന്നെയോ വലാത്തജുകൾ, അതൊക്കെ അവിടെ നിങ്ങൾക്ക് അങ്ങനെ ശ്രദ്ധിച്ചാലും കുറേ മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫീലും അർഫും അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഫീല് ഇസ്മ കിട്ടിയാൽ തന്നെ അറഫുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതാണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങളോട് ഇതിൽ ഈ ഒരു സെൻറ്റൻസ് ഇസ്മും ഫീലും അർഫിലേക്കും ആക്കി മാറ്റാനായിട്ടാണ് പറയുന്നത്. ഇതിൽ നിന്ന് ഇസ്മു കണ്ടുപിടിക്കുക, ഫീല് കണ്ടുപിടിക്കുക, അർഫ് കണ്ടുപിടിക്കുക. ഫി യൗമിൻ ഹുതിലത്തിൻ ഹറജ ഹാമിദുൻ മഅ സദീഖിഹി ഇലൽ ഹദീക റഅ ഫിൽ ഹദീക അസ്ഹാറൻ ജമീലത്തൻ കാല ലി സദീഖിഹി ആസാ മൻദറുൻ ജമീലൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വരിയിലെ നോക്കാം. ഫി യൗമിൻ ഹുതിലത്തിൻ ഹറജ ഹാമിദുൻ മഅ സദീഖിഹി ഇലൽ ഹദീക. ഫി എവിടെയാണ് വരിക? ഫി അർഫാണ് അല്ലേ. യൗമിൻ, യൗമ് ഇസ്മാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ദിവസത്തിന് ഒരു പേരിട്ട് കൊടുത്തല്ലേ, ദിവസം യൗമാണ്. ഹുതിലത്തും എവിടെയാണ് വരിക? ഇസ്മിലാണ് വരിക. ഹറജ എന്താണ്? പ്രവൃത്തിയാണ്. ഹാമിദ് ഇസ്മ്. പിന്നെയോ സദീഖിഹി, ഹദീഖ, സദീഖ് സുഹൃത്ത്, പൂന്തോട്ടമൊക്കെ ഇസ്മിലാണ് വരിക. റഅ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീലാണ് അല്ലേ. പിന്നെയും ഫീ വന്നിട്ടുണ്ട്, അത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഹദീഖ, അസ്ഹാർ, ജമീല അതൊക്കെ ഇസ്മിലാണ് വരിക. പിന്നെ ഹാസ അതും ഇസ്മിലേക്കാണ് പോവുക. കാല എന്താണ്? ഫീലാണ് അല്ലേ. സദീഖ് വീണ്ടും ഇസ്മിലേക്ക് പോയി. ഹാസ ഇസ്മാണ്. മൻലർ ഇസ്മാണ്. ജമീലും ഇസ്മാണ്. അപ്പോൾ ഇതിൽ കണ്ടോ, ഫീലിൽ വന്ന കാര്യങ്ങളൊക്കെ നോക്കൂ. ഒരു രണ്ട് കാല, റഅ അതൊക്കെ എവിടെയാണ് വന്നത്? ഫസ്റ്റ് സെൻറ്റൻസിൽ അല്ലേ. ഇവിടെ മാത്രം ഫി യൗമിൻ ഹുതിലത്തിൻ മാത്രമാണ് മാറിയത്. അവിടെയും ഹറജ ഹാമിദുൻ മാ സദീഖിഹി ഇലൽ ഹദീക എന്നുള്ള ആ ഒരു സെൻറ്റൻസ് എടുത്താലും അവിടെയാണ് ഫീലാണ് ആദ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഫീൽ, ഇസ്മ്, അർഫ് വേർതിരിച്ചിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഒരു സെൻറ്റൻസ് എടുക്കുക, അതിൽ നിന്ന് ഇസ്മ്, ഫീൽ, അർഫ് വേർതിരിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് എക്സാമിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി താഴെ നോക്കൂ, നുകമ്മിലിൽ ജുംല ബി വലിഹി കലിമത്തിൻ മുനാസിബത്തിൻ മിമ്മ ബൈനൽ കൗസൈൻ. അപ്പോൾ ഇത് പൂരിപ്പിക്കാനാണ്. ഇവിടെ 3 എണ്ണം തന്നിട്ടുണ്ട്. അൽ ഡേഷ് അൽ ഹാദിം അൽ ബാബ്, ഖറഅത ഡേഷ് അൽ ഖുർആൻ, സഹബൽ ഔലാദു ഡേഷ് അൽ മൈദാൻ. ഇതിപ്പോൾ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ഇതിൽ നോക്കൂ, ഈ 3 എണ്ണം ഇവിടെ താഴെയുള്ള 2 എണ്ണത്തിലും ഫീലാണ് ആദ്യമായിട്ടുള്ളത്. ഖറഅത്ത്, സഹബ. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പൂരിപ്പിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഖറഅത്ത്, സഹബയൊക്കെ ഫീലാണ് ആദ്യം വന്നിട്ടുള്ളത്. പിന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്? അതിൻ്റെ ഇത് ഇസ്മു വന്നിട്ടുള്ളത്. ഖറഅത്ത ഫാത്തിമ, ആദ്യം ഫീല് പിന്നെ ഇസ്മ്. സഹബൽ ഔലാദു, ആദ്യം ഫീല് പിന്നെ ഇസ്മ്. അപ്പോൾ അതിന് ശേഷമുള്ളതാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫാത്തിമ എന്നില്ല, ഇവിടെ ഫാത്തിമ എന്ന് വേണ്ടത്. ഖറഅത്ത് ഫാത്തിമത്തിൽ ഖുർആൻ. അപ്പോൾ സഹബൽ ഔലാദ് നോക്കൂ, സഹബ ഈ ഫീലാണ്, ഔലാദ് ഇസ്മാണ്. ഇതൊക്കെ പൂരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും എന്തറിഞ്ഞിരിക്കണം? പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞിരിക്കണം. ഇവിടെ മേലെ ഫാത്തിമ ഇല ഫതഹ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം സഹബൽ ഔലാദു അൽ മൈദാനി, അവിടെ ഇലയാണ് വേണ്ടത്. ഖറഅത അൽ ഖുർആൻ ഫാത്തിമയാണ് വേണ്ടത്. പിന്നെ ഫതഹൽ ആദിമു അൽ ബാബ് എന്നാണ് പൂരിപ്പിക്കേണ്ടത്. മുകളിലെത്തത് ഡേഷ് അൽ ഹാദിമുൽ ബാബ് എന്നല്ലേ. ബാബ് എന്ന് വെച്ചാൽ വാതിൽ, ജോലിക്കാരൻ ആണ് ഹാദിമ്, ജോലിക്കാരൻ വാതിൽ എന്നാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് എന്താണ്? ഫീലാണ്. അപ്പോൾ ഫീല്, ഇതിൽ നിന്ന് ഫീൽ ഏതാണുള്ളത്? ഫത്തായാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഇത്
നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ എളുപ്പമാണെങ്കിൽ ആദ്യം നിങ്ങൾ ഫീല് നോക്കിയിട്ട് അവിടെ പൂരിപ്പിക്കുക. അതായത് ഫസ്റ്റ് വരുന്നത് എന്തായാലും ഫീലായിരിക്കും. അപ്പോൾ ഇവിടെ ഫതഹ ആണ് വേണ്ടത്. ഫതഹയാണ് എന്ത് ഫീലായിട്ട് ഇതിലുള്ളത്. അപ്പോൾ ഫതഹൽ ആദിമു അൽ ബാബ്, ജോലിക്കാരൻ വാതിൽ തുറന്നു. ഇനിയോ ഖറഅത്ത ഫാത്തിമ അൽ ഖുർആൻ, അതെന്താണ്? ഖറഅത്ത വായിച്ചു, ഫാത്തിമ അൽ ഖുർആൻ, ഫാത്തിമ ഖുർആന് വായിച്ചു, അല്ല ഖുർആന് ഓതി. അപ്പോൾ ഇവിടെ ഖുർആൻ ഇസ്മാണ്, ഫാത്തിമ ഇസ്മാണ്, ഓതി എന്നുള്ളതാണ് ഖറഅത്ത. അപ്പോൾ അവിടെയും ഫീലാണ് ആദ്യം വന്നിട്ടുള്ളത്. സഹബൽ ഔലാദു ഇലൽ മൈതാനി, കുട്ടികൾ മൈതാനത്തിലേക്ക് പോയി എന്നുള്ളതാണ് അവിടെ വേണ്ടത്. ഇല, ലേക്ക്, ഇല വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഔലാദ് ഇസ്മുണ്ട്, മൈതാനും ഇസ്മുണ്ട്. ഇവിടെ ഫീലാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഫീലും ഇസ്മും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇലൽ മൈതാൻ ഈസി ആയിരിക്കാം. അങ്ങനെ ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അർത്ഥം അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പൂരിപ്പിക്കാൻ വേണ്ടി പറ്റും. അതല്ല ഇങ്ങനെ ഒന്നാമതാണ് പൂരിപ്പിക്കാൻ ബ്രാക്കറ്റ് തന്നെങ്കിൽ അവിടെ ഫീലായിരിക്കും, അഥവാ രണ്ടാമതാണെങ്കിൽ അവിടെ ഇസ്മായിരിക്കും. പിന്നെ കുറച്ച് ഇങ്ങോട്ട് ഇസ്മും ഫീലും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് അറഫായിരിക്കും അവിടെ പൂരിപ്പിക്കേണ്ടത് എന്ന ആ ഒരു ട്രിക്ക് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. പിന്നെ താഴെയുള്ളത് നിങ്ങളോട് അതിൻ്റെ അറബി മലയാളത്തിൽ അർത്ഥം എഴുതാൻ വേണ്ടിയിട്ടാണ്. ദ അ ബന ഒലിബ ഇസ്സഹറ. ദ ആ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു, അലിബ ദേഷ്യം പിടിച്ചു, ബന നിർമ്മിച്ചു, ഇസ്തഹറ പ്രസിദ്ധമായി. അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇപ്പുറത്തുള്ളതും നക്രൽ ആയാത്തി സാലിയ വനുമയ്യസു മിൻഹൽ ഫീല വനഹുത്തു തഹ്തഹു, ഇതിൽ നിന്ന് പിന്നെ ഫീല് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അറഹ്മാൻ അല്ലമൽ ഖുർആൻ ഹലക്കൽ ഇൻസാൻ, ഇതിലേതൊക്കെയാണ് ഫീല് വരിക? അറഹ്മാൻ, അറഹ്മാൻ എന്താണ്? റഹ്മാന് ഇസ്മാണ് വരെ അല്ലേ. അല്ലമൽ ഖുർആനിൽ ഖുർആന് ഇസ്മാണ്. അപ്പോൾ ഏതാണ് ഫീല്? അല്ലമ. ഹലക്കൽ ഇൻസാൻ, ഇൻസാനിൽ എന്താണ് വരിക? ഇസ്മാണ്, ഹലക്കയാണ് ഫീല്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീരെ ഒട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ആദ്യത്തെ തന്നെയായിരിക്കും എന്ത് വരിക? അധികവും ഇസ്മായിട്ട് വരിക. ചിലത് ഫീല് വരാം, അല്ല ഫീലാണ് വരിക, ഇസ്മല്ല. ചിലതിലൊക്കെ ഇസ്മ വരാം സാധ്യതയുണ്ട്. പക്ഷെ അറബി അധികവും ഫീലാണ് വരിക. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അവിടെ ഉള്ളത് പൂരിപ്പിക്കാനായിട്ടാണ്. താഴെയായിട്ട് അറബിയും അതിൻ്റെ അർത്ഥവും തന്നിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് പഠിക്കണം, എക്സാമിന് വരും. അപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഉന്നത വിജയം നൽകുമാറാകട്ടെ. എല്ലാവരും നല്ല മക്കളായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. അള്ളാഹു എല്ലാ മക്കളെയും നല്ല സ്വാലിഹങ്ങളായ മക്കളിൽ ഉൾപ്പെടുത്തട്ടെ, നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.